നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിന് കാപട്യമല്ല വേണ്ടത്. കേരള രാഷ്ട്രീയത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു വേദിക്കായിരുന്നു കഴിഞ്ഞ ദിവസം മലയാളികളെല്ലാം സാക്ഷ്യം വഹിച്ചത്. ഒരേ വേദിയിൽ മുഖാമുഖം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതിനൊപ്പം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള യാത്രയുടെ സമാപന സമ്മേളനമായിരുന്നു ആ വേദി. അവിടെ പിണറായി വിജയനും ഒപ്പം തന്നെ VD സതീശനും നേർക്കുനേർ മുഖാമുഖം ഇരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മലയാളികളെല്ലാം സാക്ഷ്യം വഹിച്ചത്. എന്നാൽ അവിടെ അരങ്ങേറിയതാകട്ടെ വെറുമൊരു സൗഹൃദ സംഭാഷണങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ പടപ്പുറപ്പാട് കൂടിയായിരുന്നു. ഓരോ വാക്കിലും മൂർച്ചേറിയ രാഷ്ട്രീയ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. സത്യത്തിൽ മുഖ്യമന്ത്രിയെ ഒതുക്കത്തിൽ കെട്ടാൻ കാത്തിരുന്നത് പോലെയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഓരോ വാക്പ്രയോഗവും എന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയ ആ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ കോൺഗ്രസും UDFും എല്ലാവരും ശക്തമായി നിൽക്കുന്നത്. ഭരണവിരുദ്ധ വികാരം താഴെത്തട്ടിൽ തന്നെ ശക്തമാണെന്ന തിരിച്ചറിവ് പ്രതിപക്ഷത്തിന് പുതിയ ഉണർവും ഊർജവുമാണ് നൽകിയിരിക്കുന്നത്. ആ വിജയത്തിന്റെ ആവേശത്തിൽ ഈ മാസം അവസാനിക്കുമ്പോഴേക്കും സ്ഥാനാർത്ഥികളെ കൂടി കളത്തിലിറക്കി ഒരു മുഴം മുമ്പേ പ്രചരണം തുടങ്ങാനാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നത്, UDFും പദ്ധതിയിടുന്നത്. ഇതിനിടയിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവ് കൂടെ സംഭവിക്കാൻ പോകുന്നത്. രാഹുലിന്റെ സാന്നിധ്യം കേരളത്തിലെ UDF അണികൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കുമെന്നും അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്നും മുന്നണികൾ കൂടി കണക്ക് കൂട്ടുന്നുണ്ട്. രാഷ്ട്രീയ കേരളം വലിയൊരു പോരാട്ടത്തിനായി മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് സമസ്തയുടെ ഈ വലിയ വേദി ഒരുങ്ങിയതും. മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള കാന്തപുരം വിഭാഗത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് ഇരു മുന്നണികൾക്കും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു, അല്ലെങ്കിൽ ഏറെ പ്രാധാന്യമുള്ളത് കൂടിയായിരുന്നു. വേദിയിലേക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എത്തുമ്പോൾ കേരളം ഉറ്റുനോക്കിയത് അവർക്കിടയിലെ രാഷ്ട്രീയ കെമിസ്ട്രി ആയിരുന്നു, അല്ലെങ്കിൽ അവർക്കിടയിലെ രാഷ്ട്രീയം എത്രത്തോളം ഉണ്ട് എന്നുള്ളതായിരുന്നു. എന്നാൽ സതീശന്റെ വാക്കുകൾ ആ കണക്കുകൂട്ടലിലെല്ലാം അപ്പാടെ തെറ്റിക്കുന്നത് കൂടിയായിരുന്നു. വേദിയിൽ പ്രസംഗിക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിവ് പോലെ മതേതരത്വത്തെക്കുറിച്ചും ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ചും വാചാലനാവുകയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും സംഘപരിവാർ അജണ്ടകളെയും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം ജനവിഭാഗത്തെ രാജ്യത്തെ രണ്ടാം തരം പൗരന്മാരാക്കാൻ ബോധപൂർവ്വം ശ്രമം നടക്കുന്നുണ്ടെന്നും വിശ്വാസികളുടെ ആരാധനകൾക്ക് നേരെ ബുൾഡോസറുകൾ നീങ്ങുകയാണെന്നും അദ്ദേഹം സദസ്സിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. വർഗീയതയോട് ഒരു തരത്തിലുള്ള മൃദുസമീപനം പാടില്ലെന്നും അത് നാടിന്റെ ഐക്യത്തിന് ഗുണകരമല്ലെന്നും അദ്ദേഹം ജനസാഗരത്തെ സാക്ഷിയാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇടത് സർക്കാരാണ് ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ എന്ന സന്ദേശമാണ് അദ്ദേഹം അവിടെ നൽകാൻ ശ്രമിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ മതേതര പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു VD സതീശന്റെ കടന്നുവരവുണ്ടാകുന്നത്. അവിടെ VD സതീശൻ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് അക്ഷരാർത്ഥത്തിൽ അവിടെ ആ നഗരി മൊത്തം കാണാൻ സാധിച്ചത്. മുഖ്യമന്ത്രിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയ നിമിഷങ്ങൾ കൂടിയായിരുന്നു അത്. മലപ്പുറത്തെ മുസ്ലിങ്ങളെയും നിരന്തരം കുറ്റപ്പെടുന്ന, അതായത് മലപ്പുറത്തെയും അതുപോലെ മുസ്ലിങ്ങളെയും നിരന്തരം കുറ്റപ്പെടുത്തുന്ന വർഗീയത കലർന്ന പ്രസ്താവനകൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ഒരു വലിയ ആചാരനാക്കി മുദ്ര കുത്തി പൊന്നാട അണിയിച്ച് സ്വന്തം ഔദ്യോഗിക കാറിൽ കയറ്റിയ മുഖ്യമന്ത്രിയുടെ നടപടിയാണ് സതീശൻ കൃത്യമായി ഉന്നം വച്ചത്. ഒരു വശത്ത് മതേതരത്വം പറയുകയും മറുവശത്ത് വിദ്വേഷം വിതർന്ന പൊന്നാടയിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന രീതി ഇരട്ടത്താപ്പാണെന്ന് സതീശൻ പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സത്യസന്ധതയ്ക്ക് നേരെ തൊടുത്തുവിട്ട അസ്ത്രം കൂടിയായിരുന്നു. കാറിൽ കയറ്റുന്നവരെ സൂക്ഷിക്കണമെന്നും പൊന്നാട അണിയിക്കുന്നത് ആരെയാണെന്ന് ഓർക്കണമെന്നും സതീശൻ ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു മതേതര വേദിയിലിരുന്ന് മതേതരത്വത്തെക്കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ കുറിച്ച് മുഖ്യമന്ത്രി വീമ്പിളക്കുമ്പോൾ വിദ്വേഷം പറയുന്ന ഒരാളുള്ള അദ്ദേഹത്തിന്റെ ചങ്ങാത്തത്തെ ചോദ്യം ചെയ്യുക കൂടിയായിരുന്നു VD സതീശൻ ചെയ്തുകൊണ്ടിരുന്നത്. സത്യത്തിൽ സതീശന്റെ ആ വാക്കുകൾ ഒരു ഒന്നൊന്നര തിരിച്ചടി കൂടിയായിരുന്നു പിണറായി വിജയന് ഉണ്ടാക്കി കൊടുത്തത്. മുസ്ലിങ്ങളെ മാറ്റി നിർത്താനാവില്ല എന്ന് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ തന്നെ അവരെ നിരന്തരം അധിക്ഷേപിക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന പരിഗണന, അല്ലെങ്കിൽ സർക്കാർ അവരെ സ്വീകരിക്കുന്ന നിലപാട് സതീശൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശൻ കൈവരിച്ച ആത്മവിശ്വാസം ആ പ്രസംഗത്തിൽ ഉടനീളം കാണാമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രസംഗത്തിലുടനീളം ഉണ്ടാവുകയും ചെയ്തിരുന്നു. UDFിന്റെ പടയൊരുക്കം പൂർത്തിയാക്കി കഴിഞ്ഞു എന്നതിനുള്ള വ്യക്തമായ സൂചന കൂടിയാണ് അവർ നൽകുന്നത്. മുമ്പത്തെ പോലെ ഭരണപക്ഷത്തെ പേടിക്കുന്ന പ്രതിപക്ഷമല്ല, മറിച്ച് കണ്ണിൽ നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്ന കരുത്തുറ്റ നേതൃത്വമാണ് താനെന്ന് സതീശൻ ഒരിക്കൽ കൂടി തെളിയിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മതേതരത്വം എന്നത് വെറുമൊരു പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങുന്ന, അല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ മാത്രം കാണിക്കേണ്ട ഒന്നല്ലെന്ന് സതീശൻ പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ പിണറായി വിജയൻ പറഞ്ഞ ഓരോ വാക്കുകൾക്കും കൃത്യമായി മറുപടി നൽകുന്ന സാഹചര്യം VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തുന്ന പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്ന മുഖ്യമന്ത്രി എങ്ങനെ ന്യൂനപക്ഷ സംരക്ഷകനാകുമെന്ന ചോദ്യം സദസ്സിൽ വലിയ തോതിൽ
ചർച്ചയായ സാഹചര്യം കൂടിയുണ്ടായി. ഇത് മുഖ്യമന്ത്രിയെയും ഇടത് ക്യാമ്പിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. ഇന്നതിന് വി ഡി സതീശൻ പറഞ്ഞ മറുപടിയും പ്രസക്തമാണ്. അതായത് സതീശൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് സതീശൻ ചോദിക്കുന്നത്. ഞാൻ അവിടെ കൃത്യമായാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. അവിടെ വെള്ളാപ്പള്ളിയെ സ്വീകരിക്കുന്ന പിണറായി വിജയൻ വന്നിട്ട് മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഇരട്ടത്താപ്പാണെന്ന് മലയാളികൾക്ക് മനസ്സിലാക്കും എന്നുള്ളതാണ് സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നതും. രാഹുൽ ഗാന്ധി കൂടി എന്തായാലും കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ ആവേശം ഇരട്ടിയാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കം വേണ്ട. സ്ഥാനാർത്ഥി നേരത്തെ തന്നെ പൂർത്തിയാക്കി മണ്ഡലങ്ങളിൽ സജീവമാകാനാണ് ഹൈക്കമാൻഡ് എല്ലാവർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇടതുമുന്നണിയും സർക്കാരും ഇതിനെ പ്രതിരോധിക്കാൻ പല കരുനീക്കങ്ങളും നടത്തുന്നുണ്ടെങ്കിലും സതീശൻ ഉയർത്തുന്ന ഇത്തരം രാഷ്ട്രീയ ചോദ്യങ്ങൾ സർക്കാരിനെ ചില്ലറയൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത്, ബുദ്ധിമുട്ടിലാക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറത്തെയും മുസ്ലിം സമുദായത്തെയും മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ള ആരോപണം അത് നിലനിൽക്കുമ്പോൾ തന്നെ സതീശന്റെ ഈ കടന്നാക്രമണം സർക്കാരിന് വലിയ ക്ഷീണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. വിദ്വേഷം പറയുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ പിണറായി വിജയന് എന്ത് അവകാശമാണ് ഉള്ളതെന്ന സതീശന്റെ ചോദ്യം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യും. അതിപ്പോഴാ ഇന്നലെയാണ് ആ പ്രസംഗം നടന്നെങ്കിൽ ഇന്നിപ്പോഴത്തെ മാധ്യമങ്ങളടക്കം അത് വലിയ ചർച്ചയാക്കി മാറ്റിയിട്ടുമുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ അയാളുടെ തന്നെ തട്ടകത്തിൽ വെച്ച് നേരിടുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ സതീശൻ പയറ്റിയിരിക്കുന്നതും. ഇവിടെ എന്തായാലും സംഭവിക്കാൻ പോകുന്നത് വരും തിരഞ്ഞെടുപ്പിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ കാന്തപുരത്തിനെ വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയെ അടിച്ചിരുത്തിയ സതീശന്റെ ആ രംഗങ്ങൾ കേരളം വലിയ തരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം നീങ്ങുമ്പോൾ ഇത് വെറുമൊരു പ്രസംഗമല്ല, മറിച്ച് ഭരണത്തിന് വേണ്ടിയുള്ള ശക്തമായ വിളംബരം കൂടിയാണെന്നാണ് സതീശൻ ഓരോ സമയം പറഞ്ഞു വെക്കുന്നത്. ഇവിടെ എന്താണ് സതീശൻ പറഞ്ഞതെന്നും അല്ലെങ്കിൽ സതീശൻ കാന്തപുരത്തിന്റെ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടിച്ചിരുത്തിയ ആ സതീശന്റെ രംഗങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിന് കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല. നമ്മൾ കാരുണ്യത്തിന്റെ സന്ദേശവുമായി, സ്നേഹത്തിന്റെ സന്ദേശവുമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും. സ്നേഹത്തിന്റെ വൻമതിൽ, പാരസ്പര്യത്തിന്റെ, സാഹോദര്യത്തിന്റെ വൻമതിൽ. പഴയകാല ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പഴയകാല ചരിത്രമൊക്കെ പറയാൻ പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അത് ഈ വേദിയുടെ മഹത്വം, അതിനെ സ്പർശിക്കാൻ, അതിന് വെള്ളം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അഭിവന്ദ്യനായ ഉസ്താദ് നടത്തിയ ഈ കേരള യാത്ര, ആ സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് നൽകിയത് എന്നുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.